കിമ്മിൻ്റെ ആണവായുധം ഇറാൻ്റെ കയ്യിലെത്തിയെന്ന് അമേരിക്കൻ രഹസ്യ അന്വേഷണ റിപ്പോർട്ട്. കിമ്മിൻ്റെ ആണവായുധം ഇറാൻ്റെ കയ്യിലെത്തിയെന്ന വാർത്ത നടുക്കത്തോടെയാണ് അമേരിക്ക പുറത്തുവിട്ടത്. അതുകൊണ്ടാണ് ഇറാൻ ഇത്ര ശക്തമായി പിടിച്ച് നിൽക്കുന്നതെന്നും അവരുടെ കയ്യിൽ ആണവായുധമുണ്ടെന്നും വ്യക്തമായി. സ്വന്തമായി ആണവായുധം ഉണ്ടാക്കാൻ ഇറാന് ഇതുവരെ സാധിച്ചിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയാണ് ഇറാൻ. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് അമേരിക്ക നേരത്തെ പുറത്തുവിട്ടിരുന്നു. നതാൻസ് അടക്കമുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക കടുത്ത ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അതിലൊന്നും ഇറാൻ വഴങ്ങാത്തതിന് കാരണം, ഒരു അനുനയത്തിന് പോകാത്തതിന് കാരണം തങ്ങളുടെ കൈവശം ആണവായുധം ഉണ്ടെന്ന ഉറപ്പാണ്. ആ ഉറപ്പ് ഇറാന് ഉണ്ട്. അത് ഇറാൻ പ്രയോഗിക്കുമോ എന്നുള്ളതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും പരിഭ്രാന്തരാക്കുന്ന ഒരു കാര്യം. അതേസമയം ഇറാൻ കീഴടങ്ങാതെ നിന്ന് പൊരുതുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ്റെ കപ്പലുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നു. യുദ്ധം അതിൻ്റെ തീവ്രതയിൽ എത്തി നിൽക്കുന്നു. ഇരു കൂട്ടരും കീഴടങ്ങുന്നില്ല. പരസ്പരം വെല്ലുവിളിക്കുകയാണ് അമേരിക്കയും ഇറാനും. പരസ്പരം കൊലവിളിക്കുകയാണ് അമേരിക്കയും ഇറാനും. അതിനിടയിലാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉത്തര കൊറിയയിൽ നിന്നും ആണവായുധം ഇറാന് ലഭിച്ചു എന്ന വാർത്ത പുറത്ത് വിട്ടത്. ഇതോടുകൂടി അമേരിക്കയും ഇസ്രായേലും കരുതലിലായി. കിം ജോങ് ഉൻ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഇറാനുമായി ഉത്തര കൊറിയയ്ക്ക് സൈനിക ഇടപാടുകൾ ഉണ്ട്. കിം ജോങ് ഉന്നാണ് ഇറാന് ആണവായുധം നൽകിയത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുമ്പോൾ കിം ജോങ് ഉന്നിന് നേരെ ചെറുവിരൽ അനക്കാൻ പോലും അമേരിക്ക തയ്യാറല്ല. കാരണം അവിടെ തൊട്ടാൽ പൊള്ളും. ഇറാനല്ല ഉത്തര കൊറിയ. കിം ജോങ് ഉൻ ഇറാനെ പോലെയുള്ള ഒരു രാജ്യമല്ല ഉത്തര കൊറിയ. കാരണം കിം ജോങ് ഉൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ്. അവിടെ കിം ജോങ് ഉൻ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ആകെ മൊത്തം അമേരിക്കയെയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുന്നത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ ബോംബാക്രമണമാണ് അമേരിക്ക ഇന്നലെ നടത്തിയത്. പക്ഷേ ആ ബോംബാക്രമണം കൊണ്ടൊന്നും ഇറാൻ തകരുന്നില്ല. അതിന് കാരണം, അവർ കീഴടങ്ങാത്തതിന് കാരണം അവരുടെ കയ്യിൽ ആണവായുധം ഉള്ളത് കൊണ്ടാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. കാരണം അറ്റ കൈക്ക് ഇറാൻ അത് പ്രയോഗിക്കും. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്താകമാനം അതിൻ്റെ അണുപ്രസരണം ഉണ്ടാകും. അത് ഇറാൻ ചെയ്യുമോ എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇപ്പോഴത്തെ ഭയം. അതേസമയം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാൻ അടച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് അതിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തു. അവിടെ അമേരിക്ക ഇറാൻ്റെ കപ്പലുകളെ ആക്രമിച്ച് നശിപ്പിച്ചെങ്കിലും മൈനുകൾ വിതറിയും മിസൈലുകൾ സ്ഥാപിച്ചും ഒക്കെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു കഴിഞ്ഞാൽ ഇറാനെ തകർക്കുമെന്നൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്ക് നിഷ്പ്രയാസം ഇറാൻ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും യുദ്ധം അതിൻ്റെ തീവ്രതയിലേക്ക് പോകുകയാണ്. കിം ജോങ് ഉൻ ഇറാനിലെ ഓരോ സംഭവ വികാസങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ അച്ചുതണ്ട് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നു. റഷ്യയും ചൈനയും യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഇടപെട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഉത്തര കൊറിയ പ്രത്യക്ഷമായി ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞ് വരുന്നത്.